ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തമ്നയിലിൽ കണ്ട പോലെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ചെടികളൊന്നും നമ്മൾ ഓർഡറിലൊന്നും അല്ല വെച്ചിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ പണികളൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് നമ്മൾ കിട്ടിയ ചെടികളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇതൊരു അലങ്കാര ചെടിയൊന്നുമല്ല, ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ചീരയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. കണ്ണിന് നല്ല കാഴ്ച കിട്ടാനായിട്ട് നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്ന ഒരു ചീരച്ചെടിയാണിത്. പിന്നെ ഈ കാണുന്ന ഒരു ഇലച്ചെടിയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും പേരറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ചെടിയുടെ പേരൊക്കെ അറിയാൻ പറ്റും. സീബ്ര ചെടി എന്ന് എന്തൊക്കെയോ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു ഇതിന്. പിന്നെ നമ്മുടെ ഇവിടെ രണ്ടാമതായിട്ട് നിൽക്കുന്നത് ഇതായി ഒരു റോസച്ചെടിയാണ്. ഇതൊരു നാടൻ റോസ ആണോ അല്ലേന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിനകത്ത് പിങ്ക് കളറിലെ കുഞ്ഞു പൂക്കളാണ് ഉണ്ടാകുന്നത്. കൊലയായിട്ട് പൂക്കളുണ്ടാകും. അപ്പോൾ ഇതിനകത്തിപ്പോൾ സിംഗിളായിട്ടാണ് നിൽക്കുന്നത്. കൊലയായിട്ടുണ്ടായത് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ കൊലയായിട്ടും ഉണ്ടാകും, ഇതുപോലെ സിംഗിളായിട്ടും ഉണ്ടാകും. പക്ഷേ ചില സമയത്ത് ഇതിങ്ങനെ കൊലയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ പൂ പിടിക്കുന്നത് ഒരു റോസയാണ്. എപ്പോഴും പൂക്കളും ഉണ്ടാവാറുണ്ട് ഇതിനകത്ത്. പിന്നെ കാണുന്നത് ഈ ഒരു ചെടിയാണ്. ഇതിനകത്ത് ഒരു വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിനകത്ത് നല്ല വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇത് സീസൺ നോക്കിയൊന്നും അല്ല ഇതിനകത്ത് പൂക്കൾ വരുന്നത്. മിക്കവാറും ഇതിനകത്ത് പൂക്കളൊക്കെ എപ്പോഴും കാണാറുണ്ട്. ഇത് വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ചേമ്പ്, ചേന, ചീര, നമ്മുടെ അടുക്കളയിലോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ചീര, ചേന, ചേമ്പ്, കപ്പ, ഇതൊക്കെ. ഇപ്പോൾ നമ്മളിതൊക്കെ ഇലകളൊക്കെ തോരൻ വെക്കാനായിട്ടൊക്കെ എടുക്കുന്നതാണ്. പിന്നെ ഇത് പൊന്നാരി വീരൻ്റെ ഒരു ചെടിയും കൂടെയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ശംഖുപുഷ്പമാണുള്ളത്. അപ്പോൾ ശംഖുപുഷ്പത്തെക്കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഔഷധ ഗുണമുള്ളത്, നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയൊക്കെ വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ചെടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ പെറ്റൽ വരുന്ന ഈ ഒരു ശംഖുപുഷ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഡബിൾ പെറ്റൽ വരുന്നുണ്ട്. അതിൻ്റെ പൂക്കൾ മേളിലാണ് നിൽക്കുന്നത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് അത് കാണിച്ചു തരാം. പിന്നെ ഇതൊരു ഔഷധ സസ്യമാണ്. ഇത് ഹാർട്ടിൻ്റെ എന്തോ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതൊരു ഹെലിക്കോണിയ ടൈപ്പ് ചെടിയാണ്, വാഴച്ചെടി എന്നൊക്കെ പറയും. പിന്നെ അത് ചെറിയ ചുവന്ന പൂക്കളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഇത് നല്ലപോലെ കാടായിട്ടൊക്കെ വളരും. അപ്പോൾ ഇതൊക്കെ വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്തും എപ്പോഴും പൂക്കളുണ്ടാകും. പെട്ടെന്ന് തന്നെ ഇഷ്ടംപോലെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നൊരു ചെടിയാണിത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇത്രയും ഭാഗത്ത് നിൽക്കുന്ന ചെടികൾ. ഇതിൻ്റെ ഇടയിൽ വേറെ ചെടികളൊക്കെ ഉണ്ട്. നമ്മുടെ വാണ്ടറിങ് ജൂ ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഈ ഒരു നല്ല കളർ ഇതിന് കിട്ടുന്നത്. പിന്നെ ഇതൊരു ടൈപ്പ് ചേമ്പ് ചെടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്ന ഒരു ടൈപ്പ് ചേമ്പ് ചെടിയാണ്. നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ചേമ്പുണ്ടാവത്തില്ല. ഈ ഇലയാണ് നമ്മൾ ഇലയും തണ്ടുമാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പെഡുലാന്തസ് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ട് മുതലേ കാണുന്ന കുറേ ചെടികൾ ഞങ്ങളുടെ വീടിൻ്റെ പണിയുടെ ഭാഗമായിട്ടൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് നമ്മൾ കൊണ്ടുവച്ചിരുന്ന ആ ചെടികളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് ഈ ഒരു പെഡുലാന്തസ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചുമന്ന പൂക്കളാണ് ഉണ്ടാകുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നമ്മുടെ നൊസ്റ്റാൾജിയ ഒക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഇവിടെ പറയുന്നത് സാമ്പാർ ചീര എന്നാണ്. ഇതിനകത്ത് ഇത് സാമ്പാറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ചീരയാണ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു കണ്ണാടി ചെടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇലച്ചെടിയുണ്ട്. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇതും നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ നല്ല വെയിൽ കിട്ടുമ്പോഴാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡൊക്കെ ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലും വേറെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടായിരിക്കും. പറ്റുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കണ്ണാടി ചെടിയാണ്. ഇത് ഒറ്റ കണ്ണാടി ചെടിയാണ്, പക്ഷേ 2 ടൈപ്പിലാണ് ഇല വന്നേക്കുന്നത്. ഇപ്പോൾ വെയിൽ കിട്ടാതെ വരുമ്പോൾ ഈ ഒരു ഷെയ്ഡായിരിക്കും ഈ കണ്ണാടി ചെടിക്ക്. നന്നായിട്ട് വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെറൂൺ കളറിലോട്ട് ഇതിൻ്റെ ഇലകൾ മാറത്തുള്ളൂ. അങ്ങനൊരു കാര്യം ഈ ഒരു ചെടി കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി. ചില ചെടികൾ അങ്ങനെയാണ്, വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ അതിന് വേറൊരു കളറ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും ചെടികളാണ് ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ണാടി ചെടി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിങ്ങനെ കാട് പോലെ നിൽക്കുകയാണ്.
പിന്നെ ഇവിടെ ഉള്ളത് ഇത് കേശവർദ്ധിനിയാണ്. നല്ല വയലറ്റ് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത്. നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ടും പ്ലസ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിയാണ്. പിന്നെ ഇവിടെ ഒരു ഇലച്ചെടി നിൽപ്പുണ്ട്. ഇതൊരു കലാത്തിയ ടൈപ്പ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്കിവിടെ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു തുളസി വെച്ചിട്ടുണ്ട്. ഇത് നാടൻ തുളസിയാണ്, ഇതെല്ലാവർക്കും അറിയാവുന്ന തുളസി ചെടിയാണ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതും നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിനകത്ത് നല്ല കൊലയായിട്ട് എപ്പോഴും പൂക്കൾ കാണുന്നൊരു ടൈപ്പ് ചെടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ കുറച്ച് കുഞ്ഞു ചെടികൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ എത്രയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇതൊരു ബിഗോണിയാണ്, നാടൻ ബിഗോണിയാണ്. ഇതിപ്പോൾ നല്ലപോലെ വളർന്ന് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേ ആ ഒരു ഫ്ലവറിങ് പ്ലാന്റൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു കലാത്തിയ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ വരുന്ന ഒരു ടൈപ്പ് കലാത്തിയാണ്. പിന്നെ അതിൻ്റെ ഇടയിലും എന്തൊക്കെയോ ചെടികളൊക്കെ നിൽപ്പുണ്ട്, പേരറിയത്തില്ല, മുല്ലയാണെന്ന് തോന്നുന്നു. പിന്നെ ഇലച്ചെടി ഒക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇതും ഒരു ടൈപ്പ് ഒരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ പേരും അറിയത്തില്ല, പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നന്നായിട്ട് ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ബുഷായിട്ടൊക്കെ നമുക്ക് നിർത്താൻ പറ്റും. ഇതൊക്കെ വെട്ടി നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കാടായി പോവും. പിന്നെ ഇതൊരു ബൊഗെയിൻവില്ലയുടെ വേറൊരു ടൈപ്പാണ്. ഇതിനകത്ത് നല്ല ഒരു വയലറ്റ് പൂക്കളാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ പൂക്കൾ മുകളിലാണ്. പൂക്കൾ കാണിച്ചു തരാൻ പറ്റത്തില്ല, അതാ കാണുന്ന അതിൻ്റെ ഒരു പൂവാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല കൊലയായിട്ട് പൂവുണ്ടാകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ അതിൻ്റെ പൂക്കളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് കാണുന്ന ചെടികൾ. പിന്നെ ഇതിൻ്റെ താഴെ കുറേ കുഞ്ഞു ചെടികളുണ്ട്. ഇതൊരു മാങ്ങാനാറ് ചെടിയാണ്, നോർമൽ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ചെടിയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചെടികൾ, ഇവിടെ കുഞ്ഞു ചെടികൾ, ചട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊരു ചെമ്പരത്തിയാണ്. ഇതൊരു മഞ്ഞ കളർ പൂ വരുന്നൊരു ചെമ്പരത്തിയാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഇതിനകത്ത് പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ മൊട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ചെമ്പരത്തി. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴോട്ട് വേറെയും കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്കൊരു കലാത്തിയ കലേഡിയം കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ചെടിയുടെ പേരെല്ലാം മറന്നുപോയി. പിന്നെ മല്ലിയുണ്ട്. പിന്നെ പല ചെടികളുടെയും പേരും ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ്. ഇത് നമ്മുടെ കാക്കപ്പൂവ്. പിന്നെ ഇതൊരു ബൊക്കയിൽ വെക്കുന്നൊരു ടൈപ്പ് ചെടിയാണ്. പിന്നെ ഇതൊരു ലില്ലിച്ചെടിയാണ്. ഇതിനകത്തൊക്കെ വലിയ പൂക്കളുണ്ടാകുന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതും ബൊക്കയിൽ വെക്കുന്നൊരു ടൈപ്പ് ചെടിയാണ്. പിന്നെ ഇതൊരു ഗ്രാസ് പ്ലാന്റ് ആണ്. ഇത് ഇങ്ങനെ നല്ല ബുഷായിട്ട് വളർന്നു വരുന്നതാണ്. പിന്നെ ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഒരു ടൈപ്പ് കലേഡിയമാണ്, അതിങ്ങനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതും ഒരു റയർ കലേഡിയമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചെടികൾ. പിന്നെ ഇതൊരു അഗ്ലോണിമയാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോൾ ചെടികളുടെ എല്ലാം പേര് മറന്നു പോയിട്ടുണ്ട്. ഇതൊരു ബോൾസത്തിൻ്റെ ചെടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു പെഡിലാന്തസ് ഉണ്ട്, ഡബിൾസ് ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ചെടിയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ നമ്മൾ കയ്യോന്നിയുണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് കലേഡിയം ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ഇവിടെ കുറേ ചെടികൾ ഇതിൻ്റെ ഇടയിലെല്ലാം തിക്കി വളർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ചെടികളെല്ലാം കളക്ട് ചെയ്ത് വെക്കുകയാണ്, ചെടികളോടുള്ളൊരു ഇഷ്ടം കാരണം. പിന്നെ ഇതൊരു ഫേണാണ്. ഈ ഒരു ഫേൺ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് അത്യാവശ്യം ഒരു റെയർ ഫേണാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലും വേറെ കുറേ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്, പേരറിയത്തില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. പിന്നെ ഇത് കുറേ ചെടികൾ വേര് പിടിപ്പിക്കാൻ വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇതൊരു റെയിൻ ലില്ലിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഓർക്കിഡുണ്ട്. പിന്നെ ഇത് നമ്മുടെ അകത്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ്, ലക്കി ബാമ്പു, മണി പ്ലാന്റ്, ആ ഒരു ചെടികളൊക്കെ നമ്മൾ ഇതുപോലെ അകത്ത് സ്റ്റെയറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ സ്റ്റെയറിൽ നമുക്ക് കുറച്ച് അലോവേര ഉണ്ട്. അതുപോലെ ഇതും ഒരു ലില്ലിയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ നമ്മുടെ ബോൾസം ഉണ്ട്, പിങ്ക് കളർ പൂ വരുന്ന ബോൾസം ഉണ്ട്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ ചെടിയുണ്ട്. പിന്നെ പനിക്കൂർക്ക, പിന്നെ ഒരു ഓർക്കിഡുണ്ട്. പിന്നെ ഇതൊരു ഫേണാണ്.
ഫേൺ വർഗ്ഗത്തിൽപ്പെടുന്നതാണെന്ന് തോന്നുന്നു. സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഇത് വൈറ്റ് കളർ ശംഖുപുഷ്പം ഉണ്ട് അവിടെ. പിന്നെ ഇതാണ് നമ്മുടെ ഡബിൾ പെറ്റൽ ശംഖുപുഷ്പം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികൾ. അപ്പോൾ കുറേ ചെടികൾ വേര് പിടിപ്പിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.